ഹായ് ഫ്രണ്ട്സ്, അബു അരീക്കോടാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. എന്നിരുന്നാലും മുഴുവൻ ആളുകളും ഈ വീഡിയോ മുഴുവൻ കേൾക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. സഖാവ് പിണറായി വിജയൻ 1945 മെയ് 24-നാണ് അന്നത്തെ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലെ മലബാർ ജില്ലയിലെ പിണറായി എന്ന സ്ഥലത്ത് മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും ഇളയ മകനായി അയാൾ ജനിക്കുന്നത്. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ ഉടനെ ഒരു വർഷം ഹാൻഡ്ലൂം വേവറായി ജോലി ചെയ്ത ശേഷമാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. ആ കാലത്താണ് കേരളത്തിൽ സംഘപരിവാർ വർഗീയവാദികൾ വർഗീയ വിത്ത് വിതക്കാൻ വേണ്ടി തലശ്ശേരിയിൽ കലാപത്തിന് തുടക്കമിട്ടത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള അയാൾ അന്ന് ഒരു വാഹനത്തിൽ കോളാമ്പിയുമായി ഇറങ്ങിയത്രേ. നാട്ടിലെ ജനങ്ങൾ തമ്മിലടിക്കുന്നത് നിർത്താൻ അയാൾ ഓടി നടന്ന് തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിച്ചുവത്രേ. ആ സമയത്താണ് തലശ്ശേരിയിലെ ഒരു പള്ളി തകർക്കാൻ സംഘപരിവാർ വർഗീയവാദികൾ ലക്ഷ്യമിട്ടതായി അറിയുന്നത്. തലശ്ശേരിയിലെ പാർട്ടി ആ പള്ളിക്ക് കാവൽ നിൽക്കാൻ ഏർപ്പെടുത്തിയത് UK കുഞ്ഞിരാമനെയും 16 വയസ്സുകാരൻ വിജയനെയും. ഇരുട്ടിന്റെ മറവിൽ സംഘമായി വന്ന് RSSുകാർ അവരെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന ധാരണയിൽ തിരിച്ചുപോയി. ജന്മം കൊണ്ട് ഹിന്ദുവും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനുമായ സഖാവ് UK കുഞ്ഞിരാമൻ രക്തസാക്ഷിയായി. പക്ഷേ കൊല്ലപ്പെട്ടുവെന്ന് കരുതിയ 16-കാരൻ വിജയൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ BA എക്കണോമിക്സ് പഠനത്തിന് ചേർന്നു. സംഘപരിവാറുകാർ അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്നത്തെ SFIയുടെ പഴയ രൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് എന്നീ പദവികളും അയാൾ അലങ്കരിച്ചു. BA എക്കണോമിക്സ് ബിരുദം പൂർത്തിയാക്കി ഇന്നത്തെ DYFIയുടെ പഴയ രൂപമായ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റായും മികവ് തെളിയിച്ചു. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോലും കോൺഗ്രസ് മാടമ്പിമാരുടെ ഒത്താശയിൽ ആ വിപ്ലവ വീര്യം ചോർത്താൻ പോലീസ് അറസ്റ്റ് ചെയ്തും ടോർച്ചർ ചെയ്തും ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ഇന്നയാളെ ചോദ്യം ചെയ്യുന്ന, സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ നോക്കുന്ന മാധ്യമ മുറികളിലെ കോട്ടിട്ട ജഡ്ജിമാരും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ യുവ നേതാക്കന്മാരും വീട്ടിൽ വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന പ്രായത്തിൽ തന്റെ 25ാമത്തെ വയസ്സിൽ 1970 കൂത്തുപറമ്പിൽ നിന്നുള്ള ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുത്ത കേരള നിയമസഭ അംഗമായിരുന്നു അയാൾ. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ കരുണാകരന്റെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചവശനാക്കിയപ്പോഴും ചോര പുരണ്ട വസ്ത്രവുമായി നിയമസഭക്കകത്തുവന്ന് അത്ര പെട്ടെന്നൊന്നും എന്റെ നട്ടല് വളക്കാൻ നിങ്ങൾക്ക് കഴിയില്ലടോ എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞതോടെ വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ വിപ്ലവ വീര്യത്തിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ടവർക്ക്. പിന്നീട് 1977-ലും 1991-ലും വീണ്ടും കൂത്തുപറമ്പിൽ നിന്നും 1996-ൽ പയ്യന്നൂരിൽ നിന്നും അയാൾ നിയമസഭാ അംഗമായി. 1996 മുതൽ 1998 വരെ നായനാർ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പും വൈദ്യുതി വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന അയാൾ 1998-ലാണ് അയാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനായി മാറിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നേതൃപരമായ പങ്കുവഹിച്ച കാലം, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച കാലം. ആ കാലത്താണ് കോഴിക്കോട് മാറാട് കലാപം നടക്കുന്നത്. 2003-ൽ ആന്റണിയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം മാറാട് സന്ദർശിക്കാൻ പോയ ആന്റണിയെ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. ആന്റണിക്ക് വേണമെങ്കിൽ കയറാം, പക്ഷേ മുസ്ലിമായ കുഞ്ഞാലിക്കുട്ടിയെ കടത്തിവിടില്ല എന്നായിരുന്നു സംഘപരിവാറിന്റെ ഭീഷണി. സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ മുട്ടുവിറച്ച ആന്റണി കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൌസിലിരുത്തി പോലീസ് അകമ്പടിയോടെ മാറാട് സന്ദർശിച്ചു. 2 ദിവസം കഴിഞ്ഞ ശേഷം അന്ന് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സഖാവ് പിണറായി വിജയൻ സ്ഥലം MLA VKC മുഹമ്മദ് കോയയെയും മുൻ MLA എളമരം കരീമിനെയും കൂട്ടി മാറാട് സന്ദർശിക്കാൻ പോയി. അപ്പോഴും കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ സംഘം അവരെ തടഞ്ഞു. മുസ്ലിമായ VKC മുഹമ്മദ് കോയയെയും എളമരം കരീമിനെയും അകത്തോട്ട് കടത്തിവിടില്ലെന്നായിരുന്നു അവരുടെ നിലപാട്. അപ്പോഴാണ് മാറാട് കടപ്പുറത്ത് മിന്നൽ പിണറായി ആ ശബ്ദം ഉയർന്നത്. മാറി നിക്കടോ. ആ ഇടിനാദത്തിനു മുന്നിൽ വഴിമാറിയ സംഘികൾക്കിടയിലൂടെ VKCയെയും എളമരം കരീമിനെയും കൂടെ നടത്തി മാറാടിന്റെ കണ്ണീരും കലാപബാക്കിയും കണ്ട് പിണറായി വിജയൻ മടങ്ങി. ഒടുവിൽ എല്ലാ കാലത്തും തകർക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചവർക്ക് മുമ്പിൽ വളയാത്ത നട്ടല്ലും കുനിയാത്ത ശിരസ്സുമായി ലാവ്ലിൻ എന്ന കള്ളക്കേസിന്റെ രാവണക്കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കിയാണ് അയാൾ കേരളത്തിന്റെ അമരക്കാരനായി മാറിയത്. നിശ്ചയദാർഢ്യവും ഉറച്ച നിലപാടുകളുമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ അയാൾ എപ്പോഴും ചിരിക്കണമെന്നില്ല, പലപ്പോഴും അയാൾ കരയണമെന്നില്ല. കാരണം അയാൾ ജീവിച്ചത്
പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ്, അഭിനയത്തിലൂടെയല്ല. പക്ഷേ നിശ്ചയദാർഢ്യമൊന്നുകൊണ്ട് മാത്രം 2 തവണ മഹാപ്രളയം വന്നപ്പോഴും കേരളത്തിന്റെ അതിജീവനത്തിന് കരുത്തു പകരുകയും അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ അർഹതപ്പെട്ടവരിലെത്തിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്തവനാണ് അയാൾ. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത കൊച്ചി മെട്രോയിൽ പിണറായി വന്ന ശേഷമാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളായത്. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ വിമാനത്താവളത്തിൽ പിണറായി വന്ന ശേഷമാണ് വിമാനങ്ങൾ ഇറങ്ങിത്തുടങ്ങിയത്. ഉമ്മൻചാണ്ടി ബോഡി മാറ്റിവെച്ച് ഉദ്ഘാടനം ചെയ്തു പോയ 6 മെഡിക്കൽ കോളേജുകളിൽ പിണറായി വന്ന ശേഷമാണ് അക്കാഡമിക് ബ്ലോക്കുകൾ പോലും നിർമ്മിക്കുന്നത്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ജലപാതയും 2020 പൂർത്തിയാവുകയാണ്. എന്തിന്? ഉമ്മൻചാണ്ടി കുടിശ്ശികയാക്കി വെച്ച സാധാരണക്കാരന്റെ പെൻഷൻ പോലും വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്താണ്. അതെ, നിങ്ങൾ വിമർശനങ്ങൾ തുടരുക. പക്ഷേ പിണറായി വിജയൻ ആരെന്ന് ചോദിച്ചാൽ ആത്മാഭിമാനത്തോടെ ഞങ്ങൾ പറയും, സഖാവ് ഉയിരാണെന്ന്. ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താനും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്താനും പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനും സഖാവിനറിയാം. അതെ, സഖാവ് പിണറായി വിജയൻ അറിയാം. നിങ്ങൾ അറിയണം ആരാണ് സഖാവ് പിണറായി വിജയനെന്ന്. ഏറെ സ്നേഹത്തോടെ ഈ ശബ്ദം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അബു അരീക്കോട്.